തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുകയാണ്. 6 കഷ്ടങ്ങളിൽ നിന്നെ വിടുവിക്കുകയും 7ാമത്തെ തിന്മ നിന്നെ തൊടുകയും ചെയ്യാൻ അനുവദിക്കാത്ത കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുകയാണ്. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം സ്പോൺസർ ചെയ്തുകൊണ്ടാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നാം ദൈവവചനം കേൾക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമ്മൾ ആ സ്പോൺസർ ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. കർത്താവേ, ആമേ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആമേ മുന്നോട്ട് വന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം നീട്ടി ദൈവം അവരുടെ വിഷയത്തെ തൊട്ട് വിടുവിക്കണമേ. ഇന്ന് വചനം കേൾക്കുവാൻ ടിവിയുടെ മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ദൈവം അവരെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം, വചനത്തിലേക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നാം ധ്യാനിക്കാൻ പോകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. പ്രവാചകനായ യെശയ്യാവ് പ്രവചനാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രവചിക്കുകയാണ്. നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. പ്രവാചക കണ്ണുകളിൽ കൂടെ കാണുകയാ, മനുഷ്യന് വിരോധമായി ധാരാളം ആയുധങ്ങൾ വരും. പക്ഷെ പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗിതനായി പറയുക, ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ആ നെഞ്ചത്ത് കൈവച്ചോണ്ട് പറ, എനിക്ക് വിരോധമായി വരുന്ന ഒരായുധവും എനിക്ക് ഫലിക്കയില്ല. ആയുധങ്ങൾ വരത്തില്ലെന്നല്ല,
ധാരാളം ആയുധങ്ങൾ വരാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ പ്രവചന ഭാഗത്തെ 1-2 ആശയങ്ങൾ ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. 14-ാമത്തെ വാക്യം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം 54:14. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. ദൈവത്തിന്റെ നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. ആ ഭാഗമാ ധ്യാനിക്കുന്നേ. നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാൻ ഇല്ലല്ലോ. അതാണ് ധ്യാനിക്കുന്നത്. പീഡനത്തോട് നീ അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാൻ ഇല്ലല്ലോ. ധാരാളം പീഡനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ശാരീരിക പീഡനം, മാനസിക പീഡനം. എത്ര ശ്രമിച്ചിട്ടും നന്നായി ജീവിക്കാൻ കഴിയാതെ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കുന്ന പൈശാചിക പീഡന മുറകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരോട് ആ ദൈവത്തിൻ്റെ സന്ദേശം, പീഡനത്തോട് നീ അകന്നിരിക്കും. നമുക്ക് ബൈബിളിലെ ചില ഭാഗങ്ങളിലോട്ട് നമുക്ക് കയറാം. മനുഷ്യ ശരീരത്തിൽ രോഗങ്ങളുടെ പീഡ കടന്നു വരാറുണ്ട്. പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. പല തരത്തിലുള്ള രോഗങ്ങൾ അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുക. ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഉപവസിക്കാൻ പറ്റുന്നില്ല. സുവിശേഷവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വല്ലാത്ത രോഗത്തിൻ്റെ ബാധ സുവിശേഷവേല ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു ഭയം നേരിടുക, ഇനിയും ജീവിക്കാൻ പറ്റുമോ? 40 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനോട് ഞാനൊരിക്കൽ സംസാരിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ 93-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഞാൻ 53 തികയ്ക്കുമോന്ന് അറിയത്തില്ല. എന്താ? മരണഭയം കയറി പിടിച്ചിരിക്കുക. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ ശരീരത്തിൽ ഒരുപിടി രോഗങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും തരത്തിലുള്ള രോഗം നിന്നെ വല്ലാതെ ടൊലയ്ക്കുന്നെങ്കിൽ സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഇന്ന് എൻ്റെ പ്രസംഗം. നമുക്ക് ബൈബിളിലെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാവേളയിൽ യേശു ഒരു വീട്ടിൽ ചെന്ന ചരിത്രം ലൂക്കോസ് 4 വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗത്തിൻ്റെ 38-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് രോഗത്താൽ വലഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. രോഗത്താൽ വലഞ്ഞ ഒരു സ്ത്രീ. ലൂക്കോസ് 4-ാമത്തെ വാക്യം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പല ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്ന സമയത്താണ്, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട ശുശ്രൂഷ വലിയ ദൈവിക പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ പല ഭാഗത്തുണ്ട്. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. പത്രോസിൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം പിടിച്ച് കിടന്ന ഒരവസ്ഥയെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, രോഗത്താൽ വലഞ്ഞ ഒരു സ്ത്രീ. അവൾ വല്ലാതെ രോഗത്താൽ വലയപ്പെട്ടു. ദൈവത്തിന് ശ്രദ്ധിക്കണം. രോഗത്താൽ അവൾ വലയപ്പെട്ട സമയത്ത് യേശു അവിടെ വരുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. കഠിന ജ്വരത്താൽ വലഞ്ഞിരിക്കുകയാണ്. ചിലരെ രോഗം വല്ലാതെ വലയ്ക്കാറുണ്ട്, ഒലയ്ക്കാറുണ്ട്. എത്രയെത്ര സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതം തുടങ്ങിയതാ. പലരുടെയും സ്വപ്നങ്ങൾ വഴിമധ്യത്തിൽ ഉടയപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, എത്ര മരുന്ന് കഴിച്ചാലും സൗഖ്യം തരുന്നവൻ സർവശക്തനായ ദൈവമാണ്. അതിനൊരു രോഗശാന്തിക്കാരനെ തേടി പോകണ്ട, ഒരു രോഗശാന്തിക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കണ്ട. നിന്റെ വീടിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു നല്ല യേശുവിനെ കുറിച്ചാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. അവൾ രോഗത്താൽ വലഞ്ഞെന്നായി എഴുതിയിരിക്കുന്നത്. കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റു അവനെ ശുശ്രൂഷിച്ചു. വല്ലാതെ രോഗത്താൽ വലഞ്ഞവടമേൽ യേശുവിന്റെ ഒരു ശാസന ചെന്ന് കയറിയപ്പോൾ അവളെ വലച്ച രോഗം ആ ശരീരത്തുനിന്ന് അഴിഞ്ഞു പോകുകയാണ്.
ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും രോഗത്തിന്റെ പീഡ നടമാടുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് സൗഖ്യത്തിന്റെ കരം നിന്റെ രോഗമുള്ള ഭാഗത്ത് തൊടുമാറാകട്ടെ. നമ്മൾ കണ്ടിട്ടില്ലയോ, ചില ശുശ്രൂഷകൾ നടക്കുമ്പോൾ, ചില മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒത്തിരി പേര് വന്ന് സാക്ഷ്യം പറയും. എൻ്റെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നത് മാറി, എൻ്റെ കിഡ്നി രോഗം സൗഖ്യമായി. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് രോഗശാന്തി വരെ ഉള്ളതുകൊണ്ടാണോ സൗഖ്യമായ? അല്ല. കാരണം എന്താ? സൗഖ്യമാക്കുന്ന യേശു അവിടെ ഇറങ്ങിയോണ്ടാ സൗഖ്യമായി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്. സഭായോഗത്തിന് വരുമ്പോൾ സൗഖ്യമാകാം, ഫാസ്റ്റിംഗ് പ്രയറിന് വരുമ്പോൾ സൗഖ്യമാകാം, TV കണ്ടോണ്ടിരിക്കുമ്പോൾ സൗഖ്യമാകാം, വീടിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. ഞാൻ നിങ്ങളോട് പറയാം, നിന്നെ വലയ്ക്കുന്ന രോഗത്തെ ശാസിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്. മനസ്സിലാക്കുന്ന ഒരു സ്തോത്രം ചെയ്തു തുടങ്ങണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ചിലരെ വല്ലാതെ രോഗം വലച്ചുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്നെ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ദിവസം കർത്താവിന് സ്തോത്രം, ഒരു മനുഷ്യൻ എന്നെ വന്ന് കാണാനിടയായി. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തതൊരു മോനും രണ്ടാമത്തെ ഒരു മോളും. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ എൻ്റെ വസ്തുവെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ പറ്റി? 47 വയസ്സല്ല അച്ഛനുള്ള, എന്നാ പറ്റി? എനിക്കറിയത്തില്ല. ഒരു 15 രോഗ ശരീരത്തിലുണ്ട്. മരിക്കുന്ന പോലെ രാത്രി ഫീൽ ചെയ്യും. അതുകൊണ്ട് വസ്തുക്കളെല്ലാം എഴുതി വെക്കാൻ പോവുക. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചേർത്ത് നിർത്തിച്ച് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ശരീരത്തിൽ വല്ലാതെ രോഗം നിന്നെ വലയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പറ, യേശുവേ എന്റെ രോഗത്തെ ഒന്ന് ശാസിക്കണമേ. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിൽ കാണാം, ചിലരുടെ രോഗത്തെ ശാസിക്കാൻ യേശു കുനിഞ്ഞു നോക്കി. 39-ാമത്തെ വാക്യം, അവൻ അവളെ കുനിഞ്ഞു നോക്കി, അവളെ കുനിഞ്ഞു നോക്കി, ജ്വരത്തെ ശാസിച്ചു, അവളെ വിട്ടുമാറി. നിങ്ങൾ ശ്രദ്ധിക്കണം, ശാസിച്ചാൽ അവളെ വല്ലാതെ വലച്ച രോഗം അവളെ വിട്ടുമാറി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ആരാധന യോഗത്തിനകത്ത് വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ രോഗപീഡ അഴിച്ചുവിട്ട് എത്ര ആരാധന കൂടിയിട്ടും ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇന്നുവരെ സൗഖ്യം അനുഭവിക്കാൻ കഴിയാത്ത നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ശാസിക്കേണ്ടവൻ നിന്റെ രോഗത്തെ ശാസിച്ചാൽ അത് നിന്നെ വിട്ടുമാറും. ശാസിച്ച മാത്രയിൽ രോഗം അതവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റു അവനെ ശുശ്രൂഷിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ ഒരു നല്ല ആമയും പറയണം. എന്റെ കാര്യം എന്നാ, അവളെ വലച്ച രോഗം 1 മിനിറ്റ് കൊണ്ട് മാറി പഴയ അവസ്ഥയിൽ അവളായി. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആരോഗ്യമുള്ള അവസ്ഥയിൽ, ദൈവം വാഗ്ദത്തം തന്ന അവസ്ഥയിൽ നീ വചനത്തിൽ വായിക്കുന്ന പോലെ വാർദ്ധക്യത്തിലും പച്ചവെച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കുമെന്ന് ബൈബിളിൽ വായിക്കുന്നെങ്കിൽ ആ വചനം നിന്റെ കുടുംബത്തിൽ അന്വർത്ഥമാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കിക്കേ, രോഗപീഠയുടെ ഒരു ഭാഗമാണ് വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. വല്ലാത്ത രോഗത്താൽ വലയപ്പെട്ട ഒരു സ്ത്രീ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. രോഗപീഠയുടെ രണ്ടാമത്തെ ഒരു ഭാഗം എന്താന്ന് ചോദിച്ചാൽ, ചിലരെ ബാധിച്ചത് രോഗമല്ല, രോഗാത്മാവാ. സ്തോത്രം. നമുക്ക് ബൈബിളിലോട്ട് വരാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ നടക്കുമ്പോൾ തന്നെ ചില വലയ്ക്കുന്ന രോഗത്തെ ദൈവം ശാസിക്കും, നിന്നെ ഉലയ്ക്കുന്ന രോഗാത്മാവിനെയും ദൈവം ശാസിക്കും. ബൈബിൾ ഭാഗത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം, 13-ാം അധ്യായം എടുക്കാം, അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ ധ്യാനം തുടങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഒരു ശബത്തിൽ യേശു പള്ളിയിൽ ഉപദേശിക്കുമ്പോൾ അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ കൂനിയായ സ്ത്രീ എത്ര വർഷമായി? 18 വർഷമായി. എന്ത് ബാധിച്ചിരിക്കുക? രോഗാത്മാവ്. ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ.
ഹല്ലേലൂയ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച ഒട്ടും നിവരുവാൻ കഴിയാതെ രോഗാത്മാവ് ബാധിച്ച ജീസസ് ആരോഗ്യത്തോടെ നടക്കേണ്ടവടമേൽ 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചിരിക്കുക. ഒരു ഹല്ലേലൂയ പറയണം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അനുഭവിക്കേണ്ട നന്മ അനുഭവിക്കാൻ കഴിയാതെ വല്ലാത്ത രോഗാത്മാവിന്റെ ബാധ ശരീരത്ത് വ്യാപരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. ഈ യേശുവിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. ഒരാളെ കാണുമ്പം അവന്റെ മേൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ ക്രിസ്തുവിനറിയാം. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധന്മാർ പറയും, നിന്നെ വല്ലാതെ വലയ്ക്കുന്ന നിന്റെ കൂടെ കൂടിയ രോഗാത്മാവെന്ന ബാധയെ ശാസിക്കാൻ കഴിവുള്ളവനാ ഈ പ്രയറിനകത്ത് വന്ന് നിൽക്കുന്നത്. ശ്രദ്ധിക്കണം, 18 വർഷമായിട്ട് ഈ ശരീരത്തെ എന്ത് കിടക്കുക? രോഗാത്മാവ്. ഇവള് എന്തുമാത്രം ഹോസ്പിറ്റലിൽ പോയി കാണും, ഏതെല്ലാം മരുന്ന് കഴിച്ചു കാണും, പക്ഷേ ഒരു രോഗാത്മാവ് ഇവളെ ബാധിച്ചേക്കുക. സ്തോത്രം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ഒരു ആത്മീക ദൂതോടെ പറയാം. ഹല്ലേലൂയ. എത്ര ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത ചിലവിനെ എൻ്റെ ദൈവം ഇന്ന് കാണുന്നുണ്ട്. നിനക്ക് രോഗശാന്തി ഉണ്ടാകാൻ പോവുക. ആരും കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, നീ ഇരിക്കുന്നിടത്തിരുന്ന് യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവുക. ഈ ചിലർ യേശു സൗഖ്യമാക്കും എന്നൊക്കെ പറയുമ്പോഴേ ചിരിച്ചു തള്ളും. എന്നിട്ട് അവർ പറയും രോഗശാന്തിയുടെ തട്ടിപ്പ്. അങ്ങനെ പുസ്തകത്തിലില്ല. പുസ്തകത്തിൽ വിശ്വസിക്കുന്നവൻ രോഗസൗഖ്യം പ്രാപിച്ചിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ആരോഗ്യത്തോട് ഒരു ദിവസം എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചിരിക്കുക. ഈ ചില ആൾക്കാരെ കുറിച്ച് ഇനി നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ, ഞാൻ ഇച്ചിരി കാര്യങ്ങളൊന്ന് പറയാൻ പോവാം. ഒരു രോഗം 1 വർഷമായിട്ട് ശരീരത്തൊന്നും മാറിയില്ലെന്ന് വിചാരിച്ചോ, അപ്പം തന്നെ നമുക്ക് നിരാശ ഉണ്ടാകും. ഇനി സൗഖ്യമാകാനുള്ള സാധ്യത ഇല്ല. ഇപ്പം ഷുഗർ ബാധിച്ചാൽ തന്നെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മരിച്ചു കഴിഞ്ഞിട്ടല്ലാതെ പോകുകയല്ല. ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ പറയാം, ഒരു ബൈപ്പാസ് കഴിഞ്ഞവർ ഇനി എപ്പോൾ വേണമെങ്കിലും ബൈപ്പാസ് വരാം. ചില ആൾക്കാർ പറയും രാവിലെ തൊട്ട് നടന്നാൽ മതി, ഒരു ബ്ലോക്ക് പോലും വരത്തില്ല. ഈയിടെ 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ നടന്നൊരു പുള്ളിക്ക് 5 ബ്ലോക്ക് വന്നു. അപ്പൊ ഇത് നടക്കുന്നതിൻ്റെ ഒന്നും കൃപയല്ല, ശ്രദ്ധിച്ച്, നടക്കുന്നതിൻ്റെ മിടുക്കൊന്നുമല്ല. കർത്താവിന് സ്വതന്ത്രം, ഇത് ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പ. മനസ്സിലാക്കുക. ഇവിടെ എഴുതിയിരിക്കുക, 18 വർഷമായിട്ട് ഈ ശരീരത്തിൽ രോഗാത്മാവ് കടന്ന് കളിക്കുക. ഹല്ലേലൂയ. അപ്പൊ തന്നെ ഇവൾ എവിടെ വരുന്നുണ്ട്? 18 വർഷവും പള്ളി വരുന്നുണ്ട്. പള്ളിപ്പോക്കിന് കുറവില്ല, ബൈബിൾ വാരിക്ക് കുറവില്ല, സഭായവും കൂടുന്നതിനും കുറവില്ല. പക്ഷേ ഇവിടെ ശരീരത്തിൽ നിന്ന് രോഗാത്മാവ് അഴിയുന്നില്ല. ഇതാ ഇന്ന് എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞ ചില രോഗപീഠകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ശാസിക്കപ്പെടാൻ പോവുക. The blood of Jesus. നീണ്ട വർഷങ്ങളായി നിന്റെ ശരീരത്ത് കൂടുകുത്തിയിരിക്കുന്ന ആ രോഗാത്മാവിന്റെ മേൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ ഇവള് കൂനിയായപ്പോ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവള് മുടങ്ങാതെ പള്ളി വരുന്നുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഒരിടത്ത് എഴുതി രോഗാത്മാവ്, ഇവിടെ എഴുതി രോഗബന്ധനം. ഓ ബ്ലഡ് ഓഫ് ജീസസ്. ഞാനൊരു ആത്മീക ദൂതൂടെ പറയാം, ആരോഗ്യത്തോടെ നടക്കേണ്ട നിന്നെ രോഗിയാക്കി ബന്ധിച്ച് കിടക്കമേൽ പിശാച് ഇട്ടെങ്കിൽ ഇന്നും നീ പറയണം, നിന്റെ രോഗബന്ധനം അഴിയട്ടെ. എനിക്കൊരു സ്നേഹിതനുള്ളത്, വളരെ സുന്ദരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടാൽ ഭയങ്കര മിടുക്കനായിരുന്നു. കഴിഞ്ഞാടെ ഞാൻ കണ്ടു, മുടിയെല്ലാം കൊഴിഞ്ഞ് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ബ്രദറെ? ക്യാൻസർ രോഗമാണ് പാസ്റ്ററെ. ദൈവത്തിന് സ്തോത്രം. 43 ലക്ഷത്തിന് ചികിത്സിച്ചു. ഇൻഷുറൻസ് എടുത്തുകൊണ്ട് കാശ് കയ്യിൽ നിന്ന് പോയില്ല. പക്ഷെ 43 ലക്ഷത്തിന് ചികിത്സിച്ചു. ജീവിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, എത്ര വയസ്സായച്ചാ? 47 വയസ്സേ ആയുള്ളൂ. മോളെ കെട്ടിച്ചിട്ടില്ല, മോനെ കെട്ടിച്ചിട്ടില്ല. മരണഭയം മുമ്പിൽ കണ്ട് ജീവിക്കുക. രോഗബന്ധനം
ഒത്തിരി പേരെ കയറി ബാധിച്ചിരിക്കുക. ഇവിടെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ചേ. യേശു ആ സ്ത്രീയോട് പറയാ, സ്ത്രീയേ, നിന്റെ രോഗബന്ധനം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. യേശു അവളുടെ അടുക്കലേക്ക് ഓടി, സ്ത്രീയേ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 18 വർഷം നിന്നെ പിശാചി ബന്ധിച്ചിട്ടെങ്കിൽ നിന്റെ ബന്ധനം അഴിക്കാൻ കഴിവുള്ളവന്റെ പേരാ യേശു. എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് പറയാ, കുറ്റിയടിച്ച് കെട്ടിയ വള്ളവും കെട്ടിയിട്ട മൃഗവും ഒരുപോലെ അഴിച്ചുവിടുന്ന പോലെ നിന്റെ ആരോഗ്യത്തെ സ്തംഭിപ്പിച്ച് കളഞ്ഞ ചില രോഗാത്മാവിനെ യേശു അഴിച്ചുവിടട്ടെ. മനസ്സിലായവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. എനിക്കറിയാം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ ബാധിച്ച രോഗാത്മാവ്, ആ രോഗബന്ധനം, അവിടെ സ്ത്രീയെ, നിന്റെ രോഗബന്ധനം, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അനിപ്പാസ്റ്ററുടെ കൈവച്ച യേശു കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം പറയാം, 18 വർഷം ജനത്തിന് മുമ്പിൽ കൂത്തുകാഴ്ചയായവൾ ഒറ്റ മിനിറ്റ് കൊണ്ട് അതേ ജനത്തിന്റെ നടുവിൽ നിവർന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാനിവിടെ നിന്നോട് ദൈവത്തിൽ നിന്നെ ശരീരത്തിൽ ബാധിക്കുന്ന ചില രോഗപീഠകളുടെ മേൽ ഇന്ന് എന്റെ ദൈവം ജയം തരട്ടെ. ഹല്ലേലൂയ. രോഗത്താൽ വലഞ്ഞ സ്ത്രീയെ എൻ്റെ ദൈവം സൗഖ്യമാക്കി. രോഗാത്മാവിനാൽ, രോഗബന്ധനത്താൽ 18 വർഷം ബന്ധിക്കപ്പെട്ട ആ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. ഇനി രോഗം പിടിച്ച ഒരാളെ കുറിച്ച് വായിക്കാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ജോൺ ചാപ്റ്റർ 5 verse 5. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. രോഗം പിടിച്ചു കിടക്കുക. അപ്പൊ ചിലരെ രോഗം കേറി പിടിച്ചിരിക്കുക. ഞാൻ ഉറപ്പ് തരാം, ഇന്ന് നീ വിശ്വസിച്ചാൽ, സ്തോത്രം ചെയ്താൽ, നിന്നെ പിടിച്ച പല രോഗവും ഇന്ന് പിടിവിടും. ഇതിന്റെ നടുവിലൊരു നസ്രയുടെ ഇടപെടലുണ്ട്. നിന്റെ ആയുസ്സിന്റെ പകുതി ഭാഗവും രോഗത്താൽ തകർത്തു കളഞ്ഞ ആ രോഗത്തിന്റെ മേൽ ഇന്ന് എനിക്ക് ജയം ദൈവം തരട്ടെ. കർത്താവ് ക്രൂശിൽ മരിച്ചത് പാപത്തിന്റെ പരിഹാരത്തിന് മാത്രമല്ല, രോഗത്തിന്റെ പരിഹാരത്തിലൂടെ. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശ്രദ്ധിച്ച് 5-ാമത്തെ വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. രോഗം അവനെ പിടിച്ചിരിക്കുക. എത്ര കൊല്ലായി? 38 കൊല്ലം, 40 കൊല്ലം. ഇപ്പോഴത്തെ ഒരു മനുഷ്യന്റെ ആയുസ് എത്ര? 80 കൊല്ലം. 80 കഴിഞ്ഞ് വല്ലതും കിട്ടുന്നെങ്കിൽ ഓർത്തോണം, സന്തോഷം. 80 വരെ അത് ബോണസാന്ന് ഓർത്തോ. 80 വരെയൊക്കെ ഒത്തു. ഇപ്പൊ ചെല്ലു ചോദിക്കുന്നുണ്ട്, 80 പോവോ? പോട്ടെ. ശ്രദ്ധിച്ച്, അപ്പൊ 80 വയസ്സ് വരെ ജീവിച്ച ഭാഗ്യം. അങ്ങനെ അന്ന് ഒരായുസിന്റെ പകുതി ഭാഗം ഒരു രോഗം പിടിച്ചിരിക്കുക. ഇവൻ രോഗത്തിന് മരുന്ന് കിട്ടുന്ന സ്ഥലം തപ്പി വന്നിരിക്കുക. എവിടാ? ഒരു കുളത്തിന്റെ കരയിൽ. അവൻ വാർത്ത കേട്ടു, അതത് സമയത്ത് ദൂതനിറങ്ങി കലക്കും. ഏത് രോഗമുള്ളവൻ വീണാലും സൗഖ്യമാകും. 38 വർഷമായി ഒത്തിരി പേരുടെ സൗഖ്യം കണ്ട് ഞാൻ സൗഖ്യമാകത്തില്ലെന്ന് നിരാശപ്പെട്ടവനെ തേടി കർത്താവ് വരിക. ഞാൻ പറയാ, ഒരായുസിന്റെ പകുതി സംവത്സരം നിന്നെ രോഗം പിടിച്ചാലും നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുക. ഇതിനു മുമ്പൊരിക്കൽ ഈ സിസ്റ്റർ ഇവിടെ മറ്റൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. ഈ സിസ്റ്റർ 7 വർഷം മുമ്പ് ഇവർക്ക് ഒരു അസുഖം വന്നിട്ട് ഇവരുടെ ഇടതുകാല് 2.5 ഇഞ്ചിന് നീള വ്യത്യാസമുണ്ടായി. അതുകൊണ്ട് 7 വർഷമായി പല ഡോക്ടർമാരെ കേരളത്തിന് പുറത്തും കൊണ്ട് കാണിച്ചു. എല്ലാവരും പറഞ്ഞു മരിക്കുന്നിടം വരെ ഈ കാര്യം ശരിയാകത്തില്ല. അതുകൊണ്ട് 2.5 ഇഞ്ച് കനമുള്ള ഒരു ചെരുപ്പാണ് 7 വർഷമായി ഈ കനകമ്മ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആണ്. അതെ, എനിക്ക് എഴുതി തന്നതാണ് ഞാൻ വായിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനയ്ക്ക് നടുവിൽ
കർത്താവ് ഒരു വലിയ കാര്യം ചെയ്തു. ഈ മകളുടെ കാലയിൽ ദൈവം തൊട്ടു. തനിക്കത് ഇവിടെ വെച്ച് മനസ്സിലായില്ല. താൻ ആ വീട്ടിൽ ചെന്നു. ഏകദേശം രാത്രിയിൽ 12 മണിയായപ്പോൾ ദൈവം തന്നോട് പറഞ്ഞു, വീടിനകത്തൂടെ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. കട്ടിലേന്ന് ഇറങ്ങിയപ്പം കാലിൽ ചെരുപ്പില്ല. ഹല്ലേലൂയ. നടന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്നത് പറയാമോ? എനിക്ക് കാലം നേരം ഇപ്പം എനിക്കൊന്ന് ആരോട് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ അതുവഴിയൊക്കെ ഓടുക, മുറിക്കകത്തൂടെ തിണ്ണയ്ക്കൂടെ ഒക്കെ. എൻ്റെ ഒരു കാലിന് നീളം വെച്ചല്ലോ, എനിക്ക് എല്ലാവരെ പോലെ നടക്കാമല്ലോ. എൻ്റെ ദൈവമേ, എനിക്ക് എന്ത് ചെയ്യണം, ആരോട് പറയണം? അപ്പോൾ എന്നോട് പറയാം, നിനക്കാണ് വട്ട് പിടിച്ചോന്ന് ചോദിച്ചാൽ പറഞ്ഞ, അല്ലേ എൻ്റെ കാലിന് ഒരു കാലിന് നീളം വെച്ചു. ഞാൻ അതുവഴി എല്ലാം ഓടി, തിണ്ണയ്ക്കൂടെയും മുറ്റത്തൂടെയൊക്കെ ഓടി. 12 മണി രാത്രിക്ക് എനിക്കിത് ആരോട് പറയണം? ദൈവമേ, എനിക്ക് നീളം വെച്ചു. ഇപ്പം എൻ്റെ കാലേ വന്നിട്ട് 3 അടി അടിച്ചു. നീ എന്താ ഈ കിടക്കൊന്ന് എണ്ണിച്ചേ? നിൻ്റെ കാലിന് നീളം വെച്ചില്ലേ, നടന്നു നോക്കാൻ. അപ്പം ഞാൻ എണിച്ചു നടന്നു നോക്കിയപ്പോൾ എൻ്റെ 2 കാലിന് ഒരുപോലെ നീളം വെച്ചു. എൻ്റെ നട്ടലുകളെല്ലാം വളഞ്ഞൊരു റാ പോലെ ആയിരുന്നതാണ്. എൻ്റെ നട്ടൽ എനിക്ക് ഇവിടെ ആരാധിക്കുമ്പോൾ 100 നീന്ന് ആരാധിക്കാൻ ഒക്കില്ലായിരുന്നു. എല്ലാവരും ആരാധിക്കുമ്പോൾ ഞാൻ ഇരിക്കും. ദൈവമേ, എനിക്കൊന്ന് ഇങ്ങനെ നിൽക്കണമല്ലോ. എന്നാൽ എൻ്റെ അപ്പൻ എത്ര പറഞ്ഞാലും സ്തുതിച്ചാലും തീരത്തില്ല. അതുപോലെ എൻ്റെ അപ്പൻ എനിക്ക് അവിടുന്ന് ബലം വിവരിച്ചു തന്നു. നീ നടക്കും മകളെ എന്ന് പറഞ്ഞു. ആ നട്ടല് നൂർന്നോ? ഇപ്പൊ എനിക്ക് നെവരെ നിൽക്കാം. നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന കടബാധ്യതകൾ, രോഗശക്തികൾ, രോഗാത്മാവ്, രോഗബന്ധനം, രോഗത്തിൻ്റെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടു പോകട്ടെ. അവർ നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. ഉയരത്തിലെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകളും അവരുടെ മേൽ വരട്ടെന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. അഭിഷേകം കൊണ്ട് പൊതിയണം. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് അവരെ തൊട്ട വിടുവിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയും അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്കും ഈ വചനത്തിൽ പങ്കാളിയാകാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുക. ഹല്ലേലൂയ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ദശാംശങ്ങൾ, സ്തോത്ര കാഴ്ചകൾ, നിങ്ങളുടെ സ്തോത്ര കോൺട്രിബ്യൂഷനുകൾ ഞങ്ങളുടെ കൈകളിൽ എത്തിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ അഡ്രസ്സിൽ അയയ്ക്കുക. എപ്പോഴും പ്രാർത്ഥനയിൽ ജീസസ് വോയിസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഗോഡ് ബ്ലസ് യു. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് യൂട്യൂബിനകത്ത് ജീസസ് വോയിസ് TV എന്ന് പറയുന്ന ചാനലുണ്ട്. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളുടെ ഫേസ്ബുക്ക് വിസിറ്റ് ചെയ്യാം. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.